ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് guys, no good today our vehicle കിട്ടും. അതായത് ഇന്ന് അല്ലേ, ടുഡേ ഞങ്ങൾ ഇന്ന് ഹാപ്പിയാണ്. കാരണം ഇന്ന് നമ്മുടെ വണ്ടി കിട്ടും. ഓ ഗൈസ് നോക്കൂ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ശങ്കൻ വിസയുടെ നമുക്ക് വിസ സബ്മിറ്റ് ചെയ്യേണ്ട സ്ഥലം പോണ്ടിച്ചേരിയാണ്. അപ്പം നമുക്ക് അങ്ങ് പോണ്ടിച്ചേരി പോണ്ടിച്ചേരിക്ക് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഇനി കുറച്ചും കൂടെ പേപ്പറിന് പരിപാടിയുണ്ട് അല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് പിന്നെ അവിടെ പോയിട്ടില്ല, ഇവിടുന്ന് കുറച്ചും കൂടെ സംഭവങ്ങൾ ചെയ്യാണ്ട്, അത് ചെയ്ത് തീർക്കണം. എന്നിട്ട് അതിന് വേണ്ടി പോകണം. ഓ ഗൈസ് നോക്കൂ, ടുഡേ ഇന്ന് നമ്മുടെ ട്രാവലർ നമ്മുടെ പ്രിൻസ് ചേട്ടൻ തരും. അപ്പം തന്നെ നേരെ AC കടയിലേക്ക് കയറ്റി അവിടെ നമ്മളിവിടെ കൊണ്ടുവന്ന് പ്രവടേന്ന് പരിപാടികളൊക്കെ തീർക്കുവാണ്. ഓ ഗൈസ് നോക്കൂ, അതിന് മുന്നായിട്ട് ഞങ്ങൾ എറണാകുളത്ത് പോകും. നജീബിക്ക കുറച്ച് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നജീബിക്ക് ഇപ്പം വന്നോളൂ. അപ്പോൾ നമ്മൾ എറണാകുളം പോയിട്ട് വണ്ടിയുടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അത് നമ്മൾ മേടിക്കും കേട്ടോ. ഓ ഗൈസ് നോക്കൂ, നമ്മുടെ SS ഇവിടെ ഉണ്ട്, നമ്മുടെ സഫാരി കുട്ടി ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് സായിപ്പ് ഇങ്ങോട്ട് വരും, അമേരിക്കക്കാരൻ. പുള്ളി ഞങ്ങളെ കാണാൻ വേണ്ടി വരുന്നതാണ്. സംഭവം എന്ന് വെച്ച് അല്ലേ ഗൈസ് നോക്കൂ, പുള്ളി അമേരിക്കക്കാരനായ ഒരു ബസ് ലൈഫറാണ്. അപ്പം പുള്ളിക്കാരൻ പിന്നെ ഇവിടെ യാത്ര ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം പുള്ളി കുറേ ദിവസമായി മീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഞങ്ങളും തിരക്കിലൊക്കെ ആയിപ്പോയി. ഓ ഗൈസ് നോക്കൂ, അതേ സമയം അഖില നീ എന്നാണ് ഇങ്ങനെ ഓടുന്നേ? ഗൈസ് നോക്ക്, അഖിൽ തീപ്പൊരി കൊണ്ടുപോലെ ഓടി നടക്കും കേട്ടോ. ഇവിടെ കാണുന്ന ഇവിടെയൊക്കെ ഫുള്ള് ട്രാവലറും സംഭവങ്ങളും അർബേനിയൻ സംഭവങ്ങളൊക്കെ പണി നടത്തും. ഇതാണ് അർബാനിയ കേട്ടോ. ഈ അർബാനിയക്ക് ഇന്ത്യയിൽ വർക്ക്. സെൽവൻ ചേട്ടാ നിങ്ങളെ കാണാനില്ലായിരുന്നല്ലോ. ഗൈസ് നോക്കൂ, ഇതാണ് അർബാനിയ. ഓ ഇതിൻ്റെ അകത്തെല്ലാം ഫുൾ സ്പീക്കർ ഫിറ്റ് ചെയ്തേക്കോ കേട്ടോ. ഓ ഇത് കിട്ടില്ല കേട്ടോ, പക്ഷെ അത് ഇതായിട്ട് വലിയ വ്യത്യാസം ഉണ്ടോടാ. ട്രാവലർ ഇതായിട്ടാണ് വ്യത്യാസം. ചെറിയ പൊക്കം അതിനായിരിക്കും കൂടുതൽ. കാര്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കെറു വരുന്നുണ്ട്. ഗൈസ് നോക്കൂ, ഈ അർബാനി ഇതുമായിട്ട് വലിയ വ്യത്യാസം ഒന്നും കേട്ടോ. ഇതിന് ഞങ്ങൾ കുറേ നോക്കിയതാണ്. ഇതിന് ക്യാമറമാൻ പെർമിറ്റ് കിട്ടത്തില്ല. ക്യാമറമാൻ പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ ഇത് നമുക്ക് ക്യാമറമാൻ ആക്കത്തുള്ളൂ. ഇതിനിപ്പോൾ സാധാരണ ട്രാവൽ പെർമിറ്റ് കിട്ടുള്ളൂ കേട്ടോ. ആൾക്കാരെ കൊണ്ടുവന്നു മുതലാളി രാവിലെ ഒന്ന് ഫയറിങ് തുടങ്ങി കേട്ടോ. ടെൻഷൻ കണ്ടോ, തലയിലൊക്കെ പിടിച്ച് തിരിക്കുന്നുണ്ട്. ഫയർ ഗൈസ്, ഇന്നിപ്പോൾ പണിക്കാർക്കെല്ലാം കിട്ടും. ഇതിന്റെ കയ്യില് ഗൈസ് നോക്കൂ, രാവിലെ കറങ്ങാൻ വേണ്ടി പോയതാണ്. ഗൈസ് നോക്കൂ, അതായത് ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അല്ലേ. നമ്മുടെ അർബാനിയുടെ കാരിയർ വന്നിട്ടുണ്ട് കേട്ടോ. എന്തിയെ? അർബാനിയുടെ കാരിയർ. ഓ മൈ ഗോഡ്, അർബാനിയുടെ ക്യാരിയർ ഇക്ക ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഓ മൈ ഗോഡ് ഗൈസ് നോക്കൂ, പുള്ളിയുടെ മുമ്പിൽ കുനിഞ്ഞു പോലെ നിന്നാക്കരുത്. അപ്പ അതിന്റെ മുകളിൽ അടിക്കും കേട്ടോ. ഇത് ഇതാണോ മോൾഡായി കഴിഞ്ഞിരിക്കുന്നു. ഓ ഗൈസ് നോക്കൂ, ഈ കാണുന്നതാണ് ഇതിന്റെ ഒറിജിനൽ സംഭവം കേട്ടോ. ഇത് ഊരിയെടുത്ത് സെറ്റപ്പ് ചെയ്തു, അടിച്ച് സെറ്റപ്പ് ചെയ്തു. 38 രൂപ അത്രേ ഉള്ളൂ, വളരെ കുറവ് പൈസ കേട്ടോ. ഗൈസ് നോക്ക്, വേറെ കേസ് പറയാം. ഈ കാണുന്ന അർബാനിയ ഇത് എന്തിനു വന്നേക്കാ? അത് TV ക്യാബിൻ സെറ്റ് ചെയ്യണം. TV ക്യാബിന് ഇതുവരെയായിട്ട് അർബാനിയയില് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് ആരും ചെയ്തിട്ടില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് അതിന്റെ TV ക്യാബിൻ പിന്നെ അത് കയറി അവർക്ക് യാത്രക്കാർക്ക് പിടിക്കാനായിട്ടുള്ള ഒരു സ്റ്റീലിന്റെ പൈപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം. പിന്നെ സ്റ്റീരിയോ സെറ്റ് ഐറ്റംസുകൾ. അർബാനിയ ഇതല്ല, ഇതിവരുടെ വെള്ള കേട്ടോ. അമൃതയുടെ വെള്ള വണ്ടി ഞാൻ ഓടിച്ചായിരുന്നു. എന്തൊരു രസമെന്ന് പറയാം, സൂപ്പർ വണ്ടി കേട്ടോ. ഇവരുടെ വണ്ടിയുടെ പ്രത്യേകത ഇവിടെ ഒരു സീറ്റ് ഉണ്ട്. ആ സീറ്റ് എടുത്ത് കളഞ്ഞിട്ടുള്ള സെറ്റപ്പാണ്. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ആയിട്ട് ഓടിക്കാൻ വേണ്ടി ഒരു രക്ഷയില്ല. ഇത് ഓടിച്ചിട്ട് ഈ കൊതി മൂത്ത് ഞാൻ കമ്പനി വിളിച്ചു ചോദിച്ചു ഇത് എടുക്കാൻ വേണ്ടിയൊക്കെ. എന്നിട്ട് ഞാൻ ഓജസ് വിളിച്ചു. വിലയല്ല, 36 രൂപയ്ക്ക് വണ്ടി കിട്ടും പറഞ്ഞു. 17 സീറ്റ് പൈസ ഇല്ല. അതായത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുണ്ടല്ലോ പിന്നെ ഓജസിലും പിന്നെ അതുപോലെ ബോംബെയിലൊക്കെ കുറേ സ്ഥലത്ത് ഇത് ക്യാരവാൻ കിട്ടും. സംഭവം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഓജസിലൊന്നും ഇതിന്റെ ക്യാരവാന്റെ പിന്നെ ഇതായി വന്നിട്ടില്ല. അവരെടുക്കുന്നതേ ഉള്ളൂ ഓജസിലൊക്കെ ഇതിൻ്റെ സംഭവങ്ങൾ. എന്നാ പറയുക, നമ്മളിപ്പം വിചാരിച്ച പോലെ നമ്മുടെ പുതിയ യാത്രയ്ക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് പെർമിറ്റോടുകൂടി ക്യാരവാൻ പെർമിറ്റോട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഏതാണ്ട് 55-60 ലക്ഷം രൂപ വരും ഈ സാധനം പണിത് കയ്യിലിറങ്ങാൻ നേരത്ത്. അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ ട്രാവലർ കളിക്കുന്ന പോലിട്ട് കളിക്കാൻ പറ്റിയല്ല. കാരണം പണി പാളിപ്പോവും. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അല്ലേ. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഗൈസ് നോക്കൂ, ഇതാട്ടോ 27 ലക്ഷം കിലോമീറ്റർ ഓടിയ വോൾവോ ആയിട്ട് ഈ കിടക്കണേ. 27 ലക്ഷം അല്ലടാ, 27 lakh kilometer running വോൾവോ. യു നോ? പണിയാൻ വേണ്ടി 6 ലക്ഷം രൂപ കൊണ്ട് വിലയാ. 6 ലക്ഷം. ഇനി ആ ചേട്ടൻ തള്ളിയതാണോ എന്താണെന്ന് അറിയാം. 6 ലക്ഷം ആണോ? ഓ ഗൈസ് നോക്കൂ, ഈ കാണുന്ന മൾട്ടി ആക്സിലായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ കല്ലറയുടെ വണ്ടിയും പിന്നെ കൊച്ചിൻ്റെ വണ്ടിയാന്ന് തോന്നുന്നു.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിയിരിക്കുന്ന കേട്ടോ. കാണുന്നതാണ് ഓസിന് പെയിന്റ് അടിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന കൊച്ചിന് പെയിന്റ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ വണ്ടിക്ക് പെയിന്റ് കിട്ടും. അതായത് ഇതിന് വെള്ള പെയിന്റ് അടിക്കുന്നു, ആ പെയിന്റ് നമ്മുടെ ബസ്സിനും കിട്ടും. ഞാൻ ഓർത്ത് ആ വണ്ടി ഓസിന് പെയിന്റ് അടിച്ചിട്ട് പോകുന്നതാണ്. നീ വ്യക്തമായിട്ട് പറയണം. കാര്യം ഇതിന്റെ മുതലാളി വന്ന് നമ്മളെ പിടിക്കും അല്ലേ. ഞാൻ കാ കൊടുത്തിട്ട് അടിച്ചാണ് ഓസിന് അടിച്ചല്ലെന്ന് ഗൈസ് നോക്കൂ, ഇതിന് വെള്ള പെയിന്റ് അടിക്കാൻ. അതായത് ആ വണ്ടിയുടെ പെയിന്റ് നമ്മുടെ വണ്ടിയിലോട്ട് പാറി പിടിക്കും. വ്യക്തമായിട്ട് പറയണം അല്ലേ. ഞങ്ങള് സഫാരി ഇങ്ങോട്ട് മാറ്റിയിട്ടു. കാരണം ഇവിടുന്ന് വെള്ള പെയിന്റ് പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച. ഗൈസ് വർക്ക്ഷോപ്പിൽ ഒരു സ്ഥലവും ഇല്ല കേട്ടോ. ഫുള്ള് തിരക്കാം. ഉള്ളിലേക്കൊക്കെ ഇടി അടിയൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേണം ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ വണ്ടി പണിതുകൊണ്ട് പോകാൻ വേണ്ടി. ഇറ്റ് ഈസ് വെരി ടാസ്ക്. പക്ഷെ ഞങ്ങൾ കാര്യം നടത്തിക്കൊണ്ട് പോകും. കാരണം ഞങ്ങൾക്ക് 2-3 ദിവസത്തിൽ പണി നടത്തിയേ പറ്റൂ. യെസ്, അവിടെയൊക്കെ അടിയാടാ. അങ്ങോട്ടൊക്കെ പോകണ്ട. ഇത് ഇങ്ങോട്ടേക്ക് ഇവിടെയൊക്കെ അടിയാ, തമ്മിലടിയാന്ന് തോന്നുന്നു കേട്ടോ. അവിടെയൊക്കെ എത്ര വണ്ടി കയറ്റിയിട്ടൊക്കെ അറിയുമോ. എല്ലാവരും കാണുന്നില്ല. ഗൈസ് നോക്കൂ, വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ. അതെന്നാന്ന് ഞാനും ഓർക്കുന്നില്ല. അതിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ സായിപ്പ് വന്നു കേട്ടോ. ഇങ്ങോട്ട് വിളി, ഇങ്ങോട്ട് വരാൻ പറ. യു കം ഹിയർ ബോലോ. ഗൈസ് നോക്കൂ, സായിപ്പിൻ്റെ സായിപ്പ് അവിടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ പുള്ളി അമേരിക്കയിലെ ആദ്യത്തെ ബെസ്റ്റ് ലൈഫറാ കേട്ടോ. എന്തിയെ എവിടെ വരാൻ പറ. ഗൈസ് ഈ പുള്ളി ഉണ്ടല്ലോ അമേരിക്കയിലെ ആദ്യത്തെ ബെസ്റ്റ് ലൈഫറാണ്. യെസ് യെസ് യെസ്. Yeah, fine. Oh, so good to finally meet you. Today you going? Jaipur. Oh, Yeah. Why? Because I was here already 3 weeks. Oh, So here. my visa. I only have 6 months. Oh, So I already used almost 3 months. And I want to use other 3 months, October, November, December. you Yeah. return go to America? No, No. I don't know. Maybe other country. Africa, Oh. Bangladesh. Oh. I don't know. Nepal, Pakistan. Nepal. Nepal. Nepal, Bhutan. Yeah. Nepal is very cheap. Or maybe we go to UK. Oh. Yeah. Yes, I am coming April UK. Yeah, let's go. Our next Chalo. vehicle. Chalo, Please chalo. tell me my viewers your good name. Jax Austin from Jack US. Austin in US. Yes. First best lifer in US. Yes. Yeah. I did bus life since 2016. Oh. So I think I don't know, but I think first in YouTube. So doing bus life. Yes. Yes. Okay, Yes. ഏതാണ്ട് 2 വർഷം മുമ്പേ പുള്ളി ഞങ്ങളായിട്ട് പിന്നെ പരിചയപ്പെട്ടാണ് Instagram അങ്ങനെ പുള്ളി ഇവിടെ വരുന്നെന്ന് പറഞ്ഞു. But you not planning in tuk in India? Yeah. You planning? Yeah. Oh, yes. Yes. Yeah. I want to build. So Yeah. we can talk, but I want to make tuk with camper and drive all over India. Yeah. And then at the end of my trip, Yeah. I want to give away tuk for free to Viewers. to a subscriber who leave comment on video. Yes. So Next time you building in camper? I want to build because I have to leave. So maybe I can pay someone to build, and then I come back in October, and then I drive tuk. Okay, Yes. okay. Yes. Very cheap. Very cheap. Yes. Yeah. Yes. I like cheap. Yeah. Yeah. Today which place you stay Where? to sleeping today? Oh, here. Ah. Oh, I was in Fort Kochi. Oh. Yes. Yes. ഈ So- സായിപ്പന്മാർ എവിടെ നല്ലൊരു വിഷയമാണ്. ഇവരെല്ലാം ഫോർട്ട് കൊച്ചിയിലായിരിക്കും സ്റ്റേ. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും പോകില്ല കേട്ടോ. പുള്ളി ഫോർട്ട് കൊച്ചിയിലാണ്. Yes. Yes, I am telling our local language. Yes, This is my camper one. Yes. I saw already on videos and Instagram. Yes. Then another one in workshop. Yeah. That vehicle I am going to Europe. Okay. April I am going to Nepal, China, Yes. then Mongolia. That place I am going. The black one. Yeah. Yes. And you have the small one here also. Yeah, in my home. Okay. Yes. And this one, the engine is okay. Yeah, ready. Fixed. Full Okay, ready. okay. Now some little bit maintenance work. Okay. Yes. Yeah, I am waiting for you today. Oh, good. And go to another workshop. My black color vehicle today delivery. Okay. I'm waiting. Okay. You ready? Your hair? My hair, yes. Sir, I did surgery. ഗൈസ് നോക്കൂ, പുള്ളി ഇവിടെ വന്നിട്ട് Yeah. ഡൽഹിന്ന് ഹെയർ പ്ലാന്റേഷൻ അല്ലേ? Celebrity doctor eugenics, Ah. Dr. Seti. Ah. Yeah. So fixed. But I go back for number 2, this one. ഇതേ മുടി വന്നു. ഇതേ ഇറ്റ് ഈസ് ഹിയർ വെരി ചീപ്പ്. This is best doctor in India, so it's more quality.
Yeah. quality. I will give you his number and I will talk to him. Yeah. Delhi. Delhi. Gurgaon. ഗുർഗാം Yeah. അത് പഞ്ചാബാണ് ഹരിയാനായിരുന്നു. ഹരിയാന പഞ്ചാബിന്റെ ഇടയ്ക്കും ആ കണ്ടുള്ള ഗൈസ് നോക്കൂ, ഗുർഗാമിൽ നിന്നാണ് പുള്ളിക്കാരൻ ഈ സംഭവം ചെയ്താക്കുന്നത്. പുള്ളി അതും കൂടെ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. And you know who I met? Sri Shank. ശ്രീശാന്ത്. Yeah. I met him at the doctor. Yes. Yeah, he told me. Very nice guy. He said, "Call me if you have a problem." This is my workshop. This is Very only bus and truck in repairing and maintenance. Not repairing, only maintenance. Okay. This bus is around 27 lakh kilometer running. Wow. This bus, Volvo. Wow. Yeah. But Strong- your country is very big bus. Yes. Here another type vehicles. Yeah. This is the passenger type. Yes. Yeah. Your country is a very big diesel vehicles. And you saw my Your bus I am seeing. Yes. Is red color. big red bus. Yes. This is school bus. School bus. Yeah. Very, very popular in US. Yes. So many people using. Yes. Many. Yeah. Guys, അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂൾ ബസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ അത് മേക്ക് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ അങ്ങനെ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചിട്ട് അത് 2017 വരെയുള്ള സംഭവങ്ങൾ നമുക്ക് മേടിച്ചിട്ട് ക്യാമ്പർ വാൻ കൊടുക്കാൻ പറ്റും. പക്ഷെ അത് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെയൊക്കെ എന്തും നമുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ അങ്ങനത്തെ പറ്റത്തില്ല. അവിടുത്തെ റൂൾ എന്ന് വെച്ചാൽ വെരി സിമ്പിൾ ആണ്. കാണുന്നതാണ് പുള്ളിക്കാരൻ്റെ ബസ് കേട്ടോ. അതായത് ഇതാണ് പുള്ളിയുടെ ബസ്. ഇതാണ് കേട്ടോ പുള്ളിയുടെ ഇൻസ്റ്റ ID. അപ്പോൾ പുള്ളി ഇവിടെ അത്യാവശ്യം ഇന്ത്യയിൽ നല്ല കോണ്ടാക്ട് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. ഗൈസ് നോക്കൂ, ഇത് കണ്ടോ, ഇതാണ് പുള്ളിയുടെ ബസ്സിന്റെ ഇന്റീരിയലും സംഭവങ്ങളൊക്കെ കേട്ടോ. ദിസ് ഈസ് വെരി ബിഗ് വൺ. It's very big. Like home. How much dollar expense? I sold because after cancer I sold everything and I come to India. ഗൈസ് നോക്കൂ, പുള്ളിക്ക് ക്യാൻസർ രോഗമുണ്ട്. അപ്പം പുള്ളി പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളി എല്ലാം പിന്നെ ഇത് ചെയ്തു കേട്ടോ. അതായത് വിറ്റു. നജീബിക്ക് എന്ത് മുങ്ങിയോ? നജീബിക്ക് എന്ത് ഇംഗ്ലീഷ് പറയാൻ പാടായിട്ട് മുങ്ങിയോടാ? ഗൈസ് നോക്കൂ, പുള്ളിക്കാരൻ നേരെ വന്നു. ഇനി നമുക്ക് നേരെ പുള്ളിനെ വണ്ടിയിലേക്ക് കൊണ്ടു കേട്ടോ. മാനുഫാക്ചറർ Eicher. But, for passenger or for No. This is camper. Camper. Yeah. Oh, Indian camper. Yeah. This is luxury tax. Okay. Let's see. But inside not good. This is my dog cutting. Yes. 2 dogs. Yeah. Okay. I saw beautiful big dogs. Yeah. Yes. Guys നോക്കൂ, പുള്ളിക്ക് എൻ്റെ ഉള്ളിൽ കാണണമെന്ന് പറഞ്ഞേ. എന്തായാലും പുള്ളി കാണട്ടെ കേട്ടോ. Here. I like this. I like that. Here also camper is very expensive. Oh yes. Yeah, India. Yes. But your country not expensive. So US, you can buy school bus used with with all the seats for maybe 2,000, 3,000, 5,000. Depends on dollar. Dollars. Depends on quality. So. Like 2 lakhs, 3 lakhs, something like this. Big. But here, this one is making government approval. Oh, okay, yes. But the US no. No, so you can buy used camper. Depends on age, but sometimes maybe 4 lakhs, 5 lakhs, and many more. But US so many Benz Sprinter vehicle. Yes. Yeah. My friend Lijin also purchasing Benz Sprinter 4x4. Yes. Here only this is only chase and making body. Okay. Yes. We have many Sprinter and also I have a Ford van. And it's but US so many options in caravan park and caravan place. So but many. No here no. So many thousands because the aunties and uncles they like a big camper and when they stop working they take the camper and they go on vacation. And they park someplace and they stay and they have dog and they watch TV. And they make food. Here only celebrities. Here only big actors in using camper. Little bit business people's using. Now this is inside cabin. Okay. But now is so many workers. Oh yes. Yeah. Maintenance work. So many. Sure. Yes. I saw you guys were pulling the engine apart. Yeah. In Kashmir, Ladakh. Yeah, in the mountains. Yeah, Ladakh.
Very beautiful place in sir. Ladakh. Oh, Ladakh. Yeah. Oh, I was. My friends here. Yeah. You I visited- you have Himachal to only 300 kilometer in Ladakh. Oh, okay. Yeah, Okay. yeah. And if I buy tuk-tuk, Yeah, diesel, yeah. I can drive Tuk-tuk euro, into Ladakh. Ladakh, but high altitude area not going. Yes, to but diesel is different. Diesel normally is okay. The petrol has a problem with carburetor. Yeah. 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 You buying in tuk-tuk? Yes. Which place? I don't know. Oh. Maybe here, maybe Jaipur. I don't know. Okay, But okay. time is my problem. Oh. So Here. Today you going to Jaipur? Flight? yeah, or when- I can change it. Yeah. Yeah. Sir, here Kerala is tuk-tuk very cheap. Yes. That side is more rate. Just a minute, I will call you my friend. Okay. Okay. ഞങ്ങൾ ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ചു. അപ്പം പുള്ളിക്ക് ഇവിടുന്ന് ഒരു ടുക്ടുക്ക് എടുക്കണം എന്നാണ് പുള്ളി പരിപാടി. ടുക്ടുക്ക് എടുത്തിട്ട് ഇന്ത്യ മൊത്തം സഞ്ചരിക്കണം. അപ്പം പുള്ളിനെ ഞങ്ങൾ ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. അതായത് I know, but it's possible. Yes. Yeah. This one purchasing here. Yeah. Okay. this one private. Yes. This one is yes. one India, one tax. Okay. This is 28 state. Oh. 28 tax. Taxes. Yeah. Oh. Come, this is making, I will tell you. ചേട്ടാ ഗൈസ് നോക്കൂ, ഞങ്ങളുണ്ടല്ലോ പുള്ളീനെ ഈ സംഭവം ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത് എന്നെ സംഭവം എന്നൊക്കെ പുള്ളിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ കേട്ടോ. പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ടുക്ടുക്ക് വേണ്ട. ഞാൻ പുള്ളിയോട് ഓമിനി, എക്കോവാൻ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പുള്ളിക്ക് ടുക്ടുക്ക് തന്നെ വേണം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു വിഷയം. ഇപ്പം പുള്ളിക്ക് ടുക്ടുക്ക് ഒപ്പിച്ച് കൊടുക്കണം. ദൈവമേ, ഇനി അപ്പം പുള്ളി ഇപ്പം പോയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. ആ സമയത്താണ് പുള്ളിക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. ദിസ് ഈസ് ദ മേക്കിംഗ്. No. This is passenger vehicle modification. Okay. Yeah. This is the same like of Benz Sprinter. Oh yes. Yes. Yeah. This Urbania in Ford. Oh, this type of. This one is making in different style. Yeah. Yes. Here now is come, brother. You come this way. I will show you. This one is camber, Yeah. small camber. What happened? Oh, this is maintenance work. Oh, okay. This is small one. Okay. Yeah. This is approximate 1 lakh here purchasing this type of. Approximate $1,000 അല്ലേ? $1,000. Yes. This type of. അതെ അല്ലല്ല, അത് 10 ലക്ഷം രൂപ, $1,000. This is type of $1,000. And you second have hand. also small vans. Yeah. Yeah. For I will show you this type. This is ambulance, Yes. but this type of 1.5 lakh Suzuki Marathi. Echo. Okay. Echo. Okay. This is very good. This is also AC and so many places and white number plate and yellow number plate, no problem. Okay. Okay. But this is very cheap. Yes. But tuk, you see, you go to very risk place, not going. Okay. Or 3-wheel. Yes. Yeah, is Yeah. plain land No problem. good, Yes. but Hill, I know. And very slow. Only 40. Sir, India is a hill area more. Yes. Yeah. I saw in Himalayas. yeah. That Himalaya no tuk, no tuk. Yeah, they Very have, little. They have tuk. But you know, we had 4 people total in taxi tuk, and we were going up a hill, and I had to get out, me and my friend, because it was Yeah. This is engine very small. Yes. Yeah, I will show you. But my another vehicle in that another workshop. ഇതൊക്കെയാണ് ട്രാവലർ ഒക്കെയാണ് ഒരു 2006 ഒക്കെയാണ് പുള്ളിക്കാരൻ 2 ലക്ഷം രൂപയ്ക്ക് എടുക്കത്തില്ലേ? 2 ലക്ഷം രൂപയ്ക്ക് എടുക്കാം. പുള്ളിക്കാരൻ ഇന്ന് പുള്ളിക്കാരൻ്റെ ചാനലിൽ കീച്ചിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ സംസാരിക്കുകയാണ്. പുള്ളിക്ക് ഞാൻ പിന്നെ പറഞ്ഞു ലാസ്റ്റ് ഓമിനി വാൻ എടുക്കുക, അതാകുമ്പോൾ വളരെ ചീപ്പാന്ന് പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. ഹായ്, I'm meeting up with E-Bull Jets. താങ്ക് യു. E-Bull Jet is like the biggest. Now in and my first- friend in our hometown in Kerala. Kerala. Yeah, they're the biggest and most famous van life. പുള്ളി ഞങ്ങളെ കുറിച്ച് കീച്ചോ ഇരിക്കട്ടെ. അതായത് പുള്ളി ടുക് എടുത്ത് പോയി കഴിഞ്ഞാൽ എന്നെ പിശു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വിചാരിക്കുന്ന കാര്യം ടുക്കിൽ നടക്കൂല കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഈ ഓമിനി വാനൊക്കെയാണെങ്കിൽ ടുക് ടുക് എടുക്കുന്നതിലും ചീപ്പിൽ നമുക്ക് പണിതിറക്കിക്കൊണ്ട് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ടീച്ചറുണ്ട്. ഞാൻ പുള്ളിനെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. എന്തായാലും നമുക്ക് നേരെ വണ്ടിക്കുള്ളിൽ കയറിയിട്ട് പുള്ളിക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളും കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. പുള്ളി എല്ലാ സാധനം അയക്കുന്നുണ്ടോ കേട്ടോ. ഗൈസ് നോക്കും നമ്മുടെ വിസ ചെയ്യുന്ന സിവിക്കയും അതുപോലെ നമ്മൾ കേട്ടോ ക്ലൗഡ് ട്രാവൽ സൊല്യൂഷൻ അത് തന്നെയല്ലേ അവരുടെ പേര്. യെസ് ഗൈസ്. അപ്പം പിന്നെ അവരാണ് നമ്മുടെ വിസയും കാര്യങ്ങൾ ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു വിസയുടെ കേസ് ഉണ്ട്. അപ്പോൾ അത് പിന്നെ വിളിച്ച് പറഞ്ഞ് ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ നോക്കി കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ പുള്ളിക്ക് വണ്ടിയും കാണിച്ചു കൊടുക്കണം. ഞങ്ങൾക്കൊന്ന് പിന്നെ പള്ളിപ്പടി അങ്ങ് അവിടെ വരെ പോകണം, കുറച്ച് സാധനം എടുക്കണം. അതിന് ശേഷം നമ്മൾ നമ്മളെ ട്രാവലിൻ്റെ അടുത്തോട്ട് പോകും. യെസ് ഗൈസ്, യു ഈറ്റിംഗ് ഫുഡ്? ഗൈസ് നോക്കൂ, ആദ്യം ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ജ്യൂസൊക്കെ കുടിച്ച് സെറ്റപ്പ് ആയിട്ട് വരാം കേട്ടോ. ഇത് നമ്മുടെ ലത്തീഫിക്ക കേട്ടോ. ലത്തീഫിക്കോട് ഞാൻ ചോദിച്ചു ആരുടെ അടുത്തും വണ്ടി കൊടുക്കണം. അപ്പോൾ പുള്ളി ഒന്ന് വിളിച്ച് ചോദിക്കും കേട്ടോ വണ്ടി വല്ലതും കൊടുക്കാനുണ്ടോ എന്നുള്ളത്. ഇതെല്ലാം ചോദിക്കട്ടെ. പുള്ളി ഞാൻ വണ്ടി കാണിച്ചപ്പോൾ ഈ പ്രാവശ്യം പുള്ളി എടുക്കാൻ സാധ്യതയില്ല, അടുത്ത പ്രാവശ്യം എടുക്കാൻ സാധ്യതയുള്ളൂ. വർക്ക്ഷോപ്പ് ഓണർ നജീബ്. നജീബ്. And you let these crazy guys do... My friend. Yes. Yeah. Your name? Jax. Yes. Yeah, nice to meet you. From US. Okay, go. Let's go. നമുക്ക് സഫാരിക്ക് ദിക്ക സഫാരി കൊണ്ട് പോരാ. പോവാം. ആണോ എന്നാ മറ്റേ ആണോ കം. ഗൈസ് നോക്കൂ, നമ്മൾ പോവാണ്. അപ്പോൾ ഇത് അഖിലിന് കൊടുത്തിട്ട് പോവാം കേട്ടോ താക്കോല്. ഇക്ക എന്താ വിഷയം എന്നറിയാം, ഇക്കയ്ക്ക് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പാടാണേ, മടിയാ. പുള്ളിക്ക് അറിയുകയൊക്കെ ചെയ്യാം, പുള്ളിക്ക് അത്യാവശ്യം നന്നായിട്ട് ആവശ്യമൊക്കെ മടിയാട്ടോ, അതിൻ്റെ ഒരു വിഷയമാണ്. അപ്പം എൻ്റെ ചമ്മലുണ്ട് മുഖത്ത് നോക്കി. അഭിനയിക്കുമ്പോൾ ചമ്മലില്ലായിരുന്നല്ലോ ഗൈസ്. അഭിനയിക്കാൻ നേരത്തെ ഞങ്ങൾ കൂടുതൽ തീറായിട്ട് ഇരുന്ന പുള്ളിയാട്ടോ. ആ പുള്ളിക്കാണ് ഇപ്പം ഇത്രയും ചമ്മൽ. ഈ താക്കോല് കൊടുത്തിട്ട് പോയല്ലോ. എന്നാ പറ്റിയാ? വണ്ടിയാ? ആ ഗൈസ് നോക്കൂ, ഈ വണ്ടി എടുക്കണം കേട്ടോ, എന്നാലേ പോകാൻ പറ്റുള്ളൂ. ഗൈസ് നോക്കൂ, പുള്ളി ബ്ലോഗ് ചെയ്യുന്ന ഈ കാണുന്ന ഗോപ്രോയിലാട്ടോ. അതേപോലെ തന്നെ ഒരു പ്രത്യേകതരം ദിസ് വൺ ഈസ് ഒരു ഡിഫറെന്റ് ഇൻ ട്രൈപോഡ്. Yes. Right here. This. Yeah. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ഈ കാണുന്ന ഒരു പ്രത്യേകതരം സംഭവമാണ്. അടിപൊളി സാധനം. പുള്ളി ബ്ലോഗ് ചെയ്യാം കേട്ടോ. ഗൈസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിദേശികളെ കണ്ട് നമ്മൾ വലിയ വലിയ വാഹനങ്ങളും വലിയ ചക്കയും മാങ്ങയൊക്കെ എടുത്ത് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒതുങ്ങുന്ന ഓട്ടോയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ. ഞാനിപ്പോഴും അത്ഭുതപ്പെട്ടു കേട്ടോ. പുള്ളിയുടെ ഇരിക്കുന്ന ഒരു ഐഫോണിൻ്റെ ചെറിയൊരു ഫോണാണ്. 12 അല്ല, പോടാ 10 SC പോലത്തെ ഏതൊരു സാധനമാണ്. പുള്ളി അതിന് ഭയങ്കര സന്തോഷത്തിലാട്ടോ പുള്ളി. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വലുത് വേണം. ഞങ്ങളൊക്കെ പിന്നെ ഈ ട്രാവൽ ബ്ലോഗ് നമ്മൾ കയ്യിലുള്ള വെച്ച് തുടങ്ങി. പക്ഷേ പല ആൾക്കാരും അവരുടെ കയ്യിൽ പല സംഭവം എല്ലാം ഉണ്ട്, പക്ഷെ അതുപോലെ അതിലും വലുത് വെച്ച് തുടങ്ങിയാൽ സെറ്റപ്പ് ആവുമെന്ന് വെച്ചാൽ നമ്മൾ ഇവരെയൊക്കെ കുറേ കാര്യങ്ങൾ കണ്ട് പഠിക്കണ്ട കേട്ടോ. എന്നാ പറയുക, കുറേ കാര്യങ്ങൾ നമ്മൾ ഇവരെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. കാരണം പുള്ളിയുടെയൊക്കെ ഒരു മനസ്സ് നമ്മൾ സമ്മതിക്കണം. കാരണം ഓട്ടോയിൽ ഇന്ത്യ കറങ്ങാൻ എന്നുള്ള പുള്ളി ചിന്തിക്കുന്നത്. നമ്മുടെ എന്നാ പറയുക, നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇച്ചിരി കൂടെ വലുതല്ല, ഇച്ചിരി കൂടെ സൗകര്യമുള്ള കിട്ടും. ഇതൊക്കെ ഈ ഓൾസോ നമ്മൾ വരെ അങ്ങനെ ചിന്തിക്കാം അല്ലേ ലിബിനെ? കാരണം ഞാൻ തന്നെ ഇപ്പോൾ ഒരു ലെൻസ് മേടിക്കാണ്ട് ഓടി എടുക്കുക. സത്യം പറഞ്ഞാൽ എൻ്റെ ഐഫോൺ ഉണ്ട്, പക്ഷേ ആ ലെൻസ് മേടിക്കാൻ. പക്ഷെ പുള്ളിന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ല, ഉള്ളത് കൊണ്ട് സെറ്റപ്പ് ചെയ്യാൻ അല്ലേ. ഗൈസ് നോക്കൂ, ഈ കാക്ക വണ്ടി എടുക്കാണ്ട് പോയി. ആ വണ്ടി വേണം പോകാൻ വേണ്ടി. അഖിലിന് എൻ്റെ വണ്ടിയുടെ താക്കോല് കൊടുക്കണം. ടാറ്റയുടെ വണ്ടി ടാറ്റയാക്കാൻ വേണ്ടി പോകട്ടോ. This one is my. This one, sir. Oh, we're going in this one? Yeah. Oh, okay. This one is back. Okay. Oh, yes. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം ഓടിക്കുന്നത്. ഇതിന്റെ ഗിയർ പോലും എങ്ങോട്ടാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ നേരെ എടുത്താൽ മതി കേട്ടോ, ഓടിക്കാൻ നിൽക്കണ്ട. അഖിലേട്ടാ ഇങ്ങ് വാ. ആ താക്കോൽ എടുത്ത് വണ്ടി ഇറങ്ങി വാ. പുള്ളിക്കാൻ എടുത്തിട്ടോ. വാ ആവിനെ നേരെ ബേക്ക് ഇവനെ. അപ്പൊ ആ മനുഷ്യൻ ഇപ്പൊ അഡ്വാൻസ് കൊടുത്തിട്ട് പോയതേ ഉള്ളൂ. ഇതിന് ക്ലച്ചില്ലടാ. നീ മാറ്റിട്ടെ. താക്കോലും കൊടുത്താലേ ക്ലച്ചില്ല. വണ്ടിയുടെ താക്കോലും എന്റെ വണ്ടിയുടെ താക്കോല് അഖില് മാറ്റിയിടാന്ന് പറഞ്ഞു. വെറുതെ വന്ന് മാറിപ്പോട്ടോ. ഇവിടെ നമ്മുടെ വണ്ടിക്കാണ് എന്ത് കൊടുത്ത കുഴപ്പമില്ല. നമ്മുടെ വണ്ടിക്ക് കുഴപ്പമില്ല. കണ്ടാണ്ട വണ്ടിയാ. എന്നെ നാറ്റിച്ചു ഗൈസ്. എന്നെ നാറ്റിച്ചു കളഞ്ഞു. നോക്കൂ, ഫൈനലി ഞങ്ങൾ വണ്ടി എടുത്തു. നജീബ് ആഫ്റ്റർ ലോങ് ടൈം അവർ ചാനൽ. ഗൈസ് നോക്കൂ, നമ്മുടെ സീരീസ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നിട്ടില്ല. അതിന്റെ കേട് ഒരാൾ തുറന്നു പോയപ്പോഴേ നിന്റെ മുതലാളി എന്തൊക്കെ കാണിച്ചല്ലോ. ആരോടാ എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഇന്നലെ വന്നപ്പോഴേ അഖിലിനോട് ചോദിച്ചു നമുക്ക് പുതിയ അമേരിക്കൻ മൈ ഫ്രണ്ട് ഈസ് ഹിയർ. I am talking my language. Okay.
നോ പ്രോബ്ലം. താങ്ക് യു ഗൈസ്. നോക്കൂ, അപ്പം പുള്ളിയോട് ഞാൻ പെർമിഷൻ ചോദിച്ചു. ഇപ്പൊ അഖില് വണ്ടി മാറ്റിട്ട് വേണം ഞങ്ങൾ നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ ആദ്യം അങ്ങോട്ടേക്കാ പോകുന്നത്. പ്ലീസ് ടെൽ മീ. സാധനങ്ങൾ മേടിക്കാനുണ്ട്. വണ്ടിയിലേക്ക് കുറച്ച് ഇലക്ട്രിക്കൽ സാധനങ്ങൾ, ലൈറ്റുകൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ട്രാവലറിലേക്ക് മേടിക്കാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എറണാകുളത്തോട്ട് പോവാണ്. അതിന് ശേഷം നമ്മൾ നേരെ പ്രിൻസിയറിന്റെ വർക്ക്ഷോപ്പിൽ പോകും. എന്റെ സഫാരി ഇവിടെ കിടപ്പുണ്ട്. ടാറ്റാ ഗൈസ്. നോക്കൂ, നമ്മൾ നേരെ സ്ട്രൈറ്റ് ഗോ ടു ഇൻ ടാറ്റ. വണ്ടി നോക്കാൻ വേണ്ടി OLX വണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാവുമ്പോൾ പുള്ളിക്ക് അത് കറക്റ്റ് നോക്കാൻ പറ്റും അല്ലേ? വണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽസ് സംഭവം കിട്ടും. പുള്ളി പറയുന്നത് ടുക്ടുക്കില്ലേ നമ്മുടെ മറ്റേ ലോഡ് കയറ്റുന്നത്, അതുകൊണ്ട് പുള്ളി അവിടെ കേരളത്തിലൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലത്ത് ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഞാൻ ഉംലിംഗ്ലയിൽ എൻ്റെ ബസ് കൊണ്ട് കയറ്റിയപ്പം മലപ്പുറത്ത് നിന്നുള്ള പിള്ളേർ ഓട്ടോ എൻ്റെ വണ്ടിയുടെ ബേക്കിൽ കെട്ടി വലിച്ചാണ് ഞാൻ കൊണ്ടുപോയത്. അന്ന് ഞാൻ അത് വീഡിയോ എടുത്തില്ല. അപ്പോൾ കെട്ടി വലിച്ച് കയറ്റാൻ വേണ്ടി നോക്കി. ലാസ്റ്റ് അത് പിന്നെ അതിൽ പിള്ളേർക്ക് പെട്ടെന്ന് ഇതൊക്കെ ഉണ്ട്. ആ വീഡിയോ കണ്ടവർക്കറിയാം. ഉംലിംഗ്ലയിൽ ഞാൻ വണ്ടി കൊണ്ട് കയറുന്നത്. അപ്പോൾ അതിൽ പിള്ളേർക്ക് മറ്റേ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പം പിന്നെ അവർ ഒരു രീതിയിൽ തള്ളിയൊക്കെ അത് എത്തിച്ചു. അപ്പം ഈ പുള്ളി ഒറ്റയ്ക്കൊക്കെയാണ് പോണത്. അപ്പോൾ ഈ ടുക് കൊണ്ടൊന്നും പുള്ളി വിചാരിക്കുന്ന കളി നടക്കില്ല. സിമ്പിൾ പരിപാടി നടക്കും. അതായത് നമ്മളെ കേരളത്തിൽ ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ സ്ഥലങ്ങളിലൊക്കെ പോകും. ഹൈ പാർട്ടി കളിക്കാൻ പറ്റുമല്ലോ. പിന്നെ അല്ലേ ഗൈസ് നോക്കൂ, അതായത് നമ്മൾ ഫൈനലി പറവൂർക്കാവിലെത്തി. ഈ കൈ കാണുന്ന 2 കടയിൽ വല്ല വണ്ടികളുണ്ടാവുമോ? ഉമ്മാരുടെ 2 അടുത്ത് ജസ്റ്റ് നോക്കാം. എന്നിട്ട് ഇല്ലല്ലോ പ്രിൻസ് അവിടെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഇല്ല പുള്ളിയുടെ നാളെ നല്ല ഇതിനു വേണ്ടി ഇറങ്ങാം. അപ്പൊ അതിന്റെ കൺട്രി മാറ്റണം. കൺട്രി മാറ്റാൻ പറയടാ. US, ഇന്ത്യ. നോ 2 വീൽ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഓമിനി വാനാണ് പുള്ളിക്ക് മേടിച്ചു കൊടുക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് പുള്ളിനെ കാണിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്നല്ല നാളെയാണ് ഇനി അതിനുവേണ്ടി നമ്മൾ ഇറങ്ങുക. ഇന്ന് എനിക്ക് വണ്ടി ഇറങ്ങണം, കുറേ തിരക്കുകളുണ്ട്, അതെല്ലാം ചെയ്ത് തീർക്കണം കേട്ടോ. യെസ്, ദിസ് വൺ വെരി ഗുഡ്. നോട്ട് 4 വീൽ, 2 വീൽ. And good petrol. Petrol. Good gas mileage. Yes, but brother, India, for so many places diesel petrol available. Yes. Gas station little bit in town area. I mean, petrol is efficient. Petrol is good. Yes. In you go to cold place. Yes. Good mileage. Yeah, no. You go to cold place in snowfall areas. Is petrol vehicle starting easy. Yes, diesel hard. Yeah. പുള്ളിക്കാൻ ചോദിക്കുന്നത് അത്ര മൈലേജ് ഏതിനാ? ഓമിനിക്ക് എത്ര കിട്ടും? 12 കിട്ടൂലേക്കാ? 14 കിട്ടും. 12 mileage. Good mileage. 12 mileage. Yeah. Open this vehicle, please. എനിക്ക് മലയാളം പറയാൻ പറ്റില്ല. അറിയാലോ ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ അവനെ കൊണ്ട്. അവനിപ്പം ടുക്ക് കാണണം. നമ്മളിലും ആക്രാന്തം എന്നെ ചെയ്യാനാ. അവനെ സാധനം കാണിച്ചു കൊടുക്കട്ടോ. പോയിട്ട് വേണം അവനെ. ഗൈസ് നോക്കൂ, ഇവിടെ ഞങ്ങൾ പോയിട്ട് ടുക്ക് കാണിച്ചിട്ട് വരട്ടെ കേട്ടോ. അവന് ടുക്ക് കാണുമെന്ന് പറഞ്ഞു. നജീബിക്കാ ബാ, ടുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പിന്നെ എടപ്പള്ളി ഓട്ടോസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ആ കടയിൽ കയറിയിട്ട് ഇവന് വണ്ടി കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഇതേപോലത്തെ സാധനത്തിലാണ് ഇവന് സാധനം ബിൽഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. എന്നാലിവനെ പുള്ളിക്കാരൻ നമ്മൾ കഴിഞ്ഞ വർഷം വീഡിയോ കോൾ വിളിച്ചിട്ട് നമ്മളൊരു സ്റ്റോറി ഇട്ടില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടെ നമ്മുടെ സ്നേഹിക്കുന്ന ആൾക്കാർ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്തു. നല്ല ആൾക്കാരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതാണ് സംഭവം ടുക്ക്. ബാ, നമുക്ക് സംഭവത്തിന്റെ വിലയൊക്കെ ചോദിക്കാം കേട്ടോ. ചേട്ടാ വണ്ടി കൊടുക്കാനുണ്ടോ? മറ്റേ ഓട്ടോ ഈ പുള്ളിക്കാരന് വേണ്ടിയാ. നോക്കൂ, ഞാൻ വണ്ടി നോക്കട്ടെ കേട്ടോ. കം. ഇതാണ് പിന്നെ ഓട്ടോ കേട്ടോ. ഇതാണ് ടാക്സിയാണ് ഇതിന്റെ വിഷയം. This is tuk. Yes. Yeah, this is tuk. This one is also tuk. This one is bread one. Bread one. This is nice. This is fish one. No. This one. Yeah. Come. Yeah. Okay. Yeah. Yeah. Okay. Sleeping. Huh? Okay. Yeah, nice. Yes. Yeah. And space for Rajkumari. ചേട്ടാ ഇതിന് എത്ര കേട്ടോ വില ചോദിക്കുന്നത്? This one brother. Yes. This one is electric. Yeah. Yes, and No clutch. No clutch. okay. This one is clutch also. Yeah, and this one green plate. Yeah. Okay. Yeah. So, guys, ഇനി എത്ര കേട്ടോ ചോദിക്കുന്നത്? vehicles. One of the ideas. എത്ര കേട്ടോ ചോദിക്കുന്നത് a tuk-tuk. ഈ വണ്ടിക്ക്? പക്ഷേ ഒരു വിഷയം വെച്ചാൽ ഇയാളുടെ പേരിലേക്ക് RC ആക്കി കൊടുക്കാൻ പറ്റുമോ?
ഇംഗ്ലീഷുകാരൻ്റെ പേപ്പറിലേക്ക്. ചേട്ടാ ഈ ഇംഗ്ലീഷുകാരൻ്റെ നോക്കി, ഇത് 2011 വണ്ടിയാണ്. ഇതിന് 1,01,1,15 1,15 പുള്ളി പറയുന്നത്. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്ക് RC ബുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇനി ആരെങ്കിലും RC നിർത്തി കൊടുക്കുവാണെങ്കിൽ പുള്ളി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നില്ല, അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് സെറ്റപ്പ് ചെയ്യണം കേട്ടോ. പുള്ളിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഇത് കണ്ട ആവേശത്തിൽ നിൽക്കുക കേട്ടോ. ദിസ് വൺ ഈസ് ടുക് ടുക്. Yes. Yes. Nice one. Do I look good? Nice one. Tuk tuk wala? Yeah. Hey guys, nice. Yes, I like. And taxes, pay taxes every state, no problem. Yeah. ചേട്ടാ അങ്ങ് ഇതിനെ ടാക്സിന്റെ വിഷയം വരില്ല, ഓരോ സ്റ്റേറ്റ്. വൺ ഐ എം ആസ്കിങ് ഇക്ക, ഇതിന് ടാക്സിന്റെ വിഷയം വരില്ല ഇക്ക? ഇവിടുന്ന് കർണാടക അടക്കം വേറെ ടാക്സ് കൊടുക്കണ്ടേ? ആ യെസ് ബ്രദർ, പ്ലീസ് കം. യെസ് ഈസ് ടെല്ലിംഗ് ടാക്സ് പ്രോബ്ലം. Okay. This one I am telling same tax problem. Tax problem. Yeah. Is in Kerala? Okay. Yes. You go to Tamil Nadu? Yes. Another tax. Okay. ഇതിന് ഓൾ ഇന്ത്യ പെർമിറ്റ് കിട്ടുമല്ലോ? Not all India permit. All Kerala, okay. Yes. Not all India permit, not give this. Not possible to have personal white plate. White plate ഈ വണ്ടി ഇല്ലല്ലോ, ഗുഡ്സ് ആയിട്ടല്ലേ കിട്ടുള്ളൂ. No. No. No bribe. It's only goods vehicle. And if I want to drive this to Delhi, I have to pay tax. Yeah. Okay. Any RTO office in give you big tax. Yeah, big tax. Like for 3. And fine. Fine also. It is problem, brother. Yeah, but maybe it's good for videos. ചേട്ടാ private auto ഉണ്ട് ചേട്ടാ. Come. Private? Okay. Come. This one is private. This one is private. Oh. No problem. Yes, but can we make like a camper with private? But this Can I you will change? I will ask that man and ചേട്ടാ അതിന്റെ പ്രൈവറ്റ് ഓട്ടോ നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? കിട്ടൂല, 100% ഉറപ്പാ? അതാണ്. This is government rule. Goods vehicle not private. Only yellow board. Okay. You purchase, no problem. Yes. In case of RTO and border Yes. checking, that time of problem. Okay. Maybe. No. That time was more. You paying $100. That guy give $200. Okay. Oh, that's problem. Okay. Some people. I know you liking this one. Yes, but I like. Problem. This one. Sometimes I know. problem is fun. No problem. Yeah. You take and I will support you. Okay. And I will talk this man. Okay. Wait. I നോക്കൂ സാഹിബിനോട് സംസാരിച്ച് എൻ്റെ ട്രൗസർ കാരണം വേറെ റഷീദ് ഞാനിവിടെ സംസാരിച്ച് ഞങ്ങളുടെ ഉപ്പ കളകി പോയിട്ടോ. എൻ്റെ അമ്മോ എന്തോരം സംസാരിക്കുന്നറിയോ, ഇത് അവന് വേണം. എന്നാ ചെയ്യാനാ, ഐസിൻ്റെ ഉള്ളിലൊക്കെ ഓട്ടോ മണിയെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അതൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ കാണണ്ട കേട്ടോ. 1,10,000 കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്നാ പറഞ്ഞേ? But brother, your comfort, this is private. Private, yes. Your interesting color. Yes, using pink. no problem. Yes. But this one not using another color, only yellow. Oh. Yeah, Only yellow. Sir, 1 minute. Okay. This full bed. Year 2 converting. Year 2 year full bedding. But converting. Okay. Driving time is year 2 year. Oh, okay. So possible to sleep. Yeah, Full possible. is convertible possible. Okay. But this one is private. Yeah. And Sleeping time. Yes. Year ഇത് കൊടുക്കാനുള്ള വണ്ടിയാണ് കേട്ടോ. bed. Yes, sleep. Yes. Okay. Yes. Driving time. ഇങ്ങനെ ഇത് ഇഷ്ടമുള്ള സമയം ഇതിനിപ്പോൾ ഇത് തന്നെ വേണം. I want door. This is foreign people. Door, so I can lock. Yeah. It's safe. Brother, Yes. foreign Yes. people's like it this one. Yes. Private. Yes. Not tuk. Okay. Yeah. This one is no problem. Tax issue, no problem. No problem. No tax problem. No problem. All India, no problem. But I need a better motor ഇത് എത്ര model ആയിട്ടാ? because it hills. ഇത് എത്ര CC ആട്ടാ? ഇത് എത്ര CC ആ? 2015 sir. CC എത്ര? Yes. എത്ര ഉണ്ടോ ഇവിടെ? 1000 ഉണ്ടോ? Yes. ഇല്ല, 900 ഉണ്ടോ? ഇത് ബജാജ് അല്ലേ? ഓ, ഇത് മറ്റേ ട്രൂർ സൗണ്ട് ഉള്ളതാണോ? Diesel, okay. അല്ല, ഹിന്ദി അല്ല, ഇംഗ്ലീഷാ. ഉള്ളവര് പറഞ്ഞോ. Same APA engine sir. Yes. But This is TVS, this another company, Indian company. Indian company,
same apa engine sir. Okay, okay. Engine is same. Same. Diesel. ഡീസൽ ആണോ? ഡീസൽ ആണോ? ഡീസൽ ആണോ? Diesel. ദിസ് വൺ ഡീസൽ. ഹൗ മച്ച് കിലോമീറ്റർ മൈലേജ്? എത്ര കിട്ടും മൈലേജ്? Mileage ഒരു 40. ഓ ദിസ് വൺ ഈസ് 40. Exactly. 40. Exactly. Okay. Yes. Good mileage. Okay. Yes. 40. Guys, അപ്പം പുള്ളിനെ സംഭവം കാണിച്ചു കൊടുത്തു. This one is big one. This is also private. This one. അവനതിൻ്റെ പുറകെ അവനിപ്പോൾ വണ്ടി കിട്ടിയേ പറ്റുള്ളൂ. അപ്പം അതാണ് കൂടുതൽ പോണത്. ആണോ? 40 കിലോമീറ്റർ മൈലേജ് കറക്റ്റ്. 40 കിലോമീറ്റർ മൈലേജ്. പവർ എഞ്ചിനാണ്. ചേട്ടാ, brother, this guy is telling foreign peoples like this vehicle. Yes. This engine you see. Same apa engine. Diesel. Diesel. Okay. 40 mileage. Okay. Very cheap. Yeah. Like it. Yeah, I like cheap. Okay. Yeah. Okay. So let me translate. So there's a different. Same legs making. Tesla. Yes. Yeah. Okay. ഇവർക്ക് ഇങ്ങനത്തെ വണ്ടി കൂടുതൽ ഇഷ്ടപ്പെടുള്ളൂ. അതെ വേറെ വണ്ടിയൊന്നും ഇഷ്ടപ്പെടില്ല. കൂടുതൽ പോകുന്ന വിസാരി ഞങ്ങളുടെ വണ്ടി ഞങ്ങളറിയാവോ? അതെ. ഞങ്ങളുടെ വണ്ടി ഇപ്പൊ ചൈനീസ് കിടക്കുക. ബ്ലൂ വണ്ടി ഭാരത് അപ്പൊ ആ സമയത്ത് നിങ്ങളുണ്ടോ? ചങ്കരൊക്കെ ഉള്ള സമയത്ത് ഞാനൊക്കെ ബസ്സിന്റെ ബാക്ക് അടിക്കുന്നത് ആളായിരുന്നു. നിങ്ങളുടെ വണ്ടി പിടിക്കുക കുറച്ച് പ്രശ്നത്തിലായിരുന്നു. ശരിയായ അല്ല ശരി, എല്ലാം റെഡി ചെയ്യും. നമ്മുടെ അമേരിക്കയിലെ ഒരു കൂട്ടുകാരനാ. അപ്പൊ അവൻ ഈ സാധനം എടുത്ത് ഇവിടെ യാത്ര ചെയ്യണം. എന്നാ പോണി ചങ്ങാതി അവൻ പോകുന്നൊന്നുമില്ല, അവൻ ഇവിടെ തന്നെയാന്നാ പറയുന്നത്. അല്ല എത്ര മാസത്തെ അങ്ങോട്ട് 6 മാസമാണ് പറയുന്നത്. അവന് വിസ ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അല്ലല്ല, 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് യാത്ര ചെയ്യാൻ വേണ്ടി. പുള്ളി അമേരിക്കയിൽ ഗ്യാസ് പെട്രോളാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഗ്യാസ് വണ്ടി എടുക്കണ്ട, ഞങ്ങൾ സെറ്റപ്പ് ഞാൻ പറഞ്ഞു കേട്ടോ. എന്തായാലും ഓക്കെ കം ചേട്ടാ, ഞാൻ ഇന്ന് പോയിട്ട് സംസാരിച്ചിട്ട് പിന്നെ സെറ്റപ്പ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളും തന്നെ കാര്യം നിങ്ങൾക്ക് അറിയാമെന്നാണോ? നിങ്ങൾ അറിയാവുന്ന ആൾക്കാരാണോ? അതിന് കുഴപ്പമില്ല, നമുക്ക് അറിയാവുന്ന ആളാട്ടോ. യെസ്, ഞങ്ങൾ പോട്ടെ കേട്ടോ. ഞങ്ങൾ പോയിട്ട് ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. അവനെ എടുക്കുവാണെങ്കിൽ എടുക്കട്ടെ കേട്ടോ, അവൻ്റെ ഇഷ്ടമല്ലേ. നമ്മളിപ്പോൾ ഓമിനി വാനാണ് അവനോട് പറഞ്ഞത്, അവനത് ഇഷ്ടപ്പെടുന്നില്ലല്ലോ, ഇതെടുക്കട്ടെ. ദാറ്റ്സ് ഓൾ. ഓക്കെ ഇക്കാ ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ആ സ്ഥലത്തു നിന്ന് ഇറങ്ങി. ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ള സ്ഥലത്തോട്ട് നേരെ പോകണം. എങ്ങോട്ടേക്കാ സ്ഥലത്തിന് പേര്? നമ്മള് നേരെ പള്ളിമുക്ക് ചെന്ന് നമുക്ക് കുറച്ച് സാധനം മേടിച്ചിട്ട് നമുക്ക് നേരെ പ്രിൻസിന്റെ അടുത്തോട്ട് പോകണം. എന്നിട്ട് ജോജോയുടെ അടുത്ത് ഏച്ചിയുടെ അവിടെ ചെല്ലണം. ഇതാണ് ഇന്നത്തെ പരിപാടി. അതിനുശേഷം രാത്രിയിൽ പിന്നെ നമ്മള് കുറച്ച് പരിപാടി ഉണ്ട്. നാളെ പോകാൻ പറ്റുള്ളൂ, കാരണം അവിടെ നിന്ന് കിട്ടുമ്പോ വണ്ടി വൈകൂലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോജോ എടുത്ത് പോകാൻ ടൈം കിട്ടാൻ വഴി. അപ്പൊ നാളെ രാവിലെ ജോജോയ്ക്ക് കൊണ്ട് കൊടുക്കാം ജോജോ എടുത്ത് പോകണം അല്ലേ? ക്രൂയിസ് ചെയ്താൽ കൊച്ചി കിടക്കുന്നു. അമ്പോ അത് കലക്കിയല്ലോ. ഗൈസ് കാർണിവൽ ആണെന്ന് കേട്ടോ എന്റെ വിശ്വാസം. കാർണിവൽ അല്ലടാ ലിവിനെ? ഓ ഗൈസ് നോക്ക്, കാർണിവല്. ഓ ഇന്ന് ഇവിടുത്തെ വണ്ടികൾക്കെല്ലാം പെരുത്ത ഓട്ടോ ആയിരിക്കുമല്ലേ അല്ലേ? ആ ഗൈസ് പാവങ്ങൾ ഷിപ്പ് ചെയ്താൽ കിടക്കുന്നു കേട്ടോ. First time banana leaf. ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. അവന് നമ്മളെപ്പോലെ കേട്ടോ, അവൻ കൈ കഴുകിയിട്ട് കഴിക്കുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാ സാധനം വന്നു. ഞാൻ പുള്ളി കൈ കഴുകിയിട്ട് വെക്കാം കേട്ടോ. മീൻചാറ് മറ്റേ എല്ലാ സാധനം പുള്ളി കഴിക്കും കേട്ടോ. ചെമ്മീൻചാറ്, സാമ്പാർ, ഇങ്ങനെ കുഴച്ചടിക്കണം. Okay, first time with banana leaf. ഓയിസ്റ്റർ തന്നെയല്ലേ ചേച്ചി പറഞ്ഞ ഇച്ചാത്തിന് ഞാൻ പറയുന്നത് കേട്ടോ. ചേച്ചി എന്നോട് മറ്റേ ഇതെന്നാ പറഞ്ഞത്, ഇത് ഓയിസ്റ്ററാണ് കേട്ടോ ചേച്ചി പറഞ്ഞത്. ടെസ്റ്റ് Okay, first time oyster. ഞങ്ങൾ സ്പെഷ്യൽ സാധനമൊക്കെ മേടിച്ചു പുള്ളിയോട്. ഞാൻ ടെസ്റ്റ് ഗൈസ്, പുള്ളിയുടെ മൂളയിൽ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട് കേട്ടോ. അതല്ല ഞാൻ നല്ല മോഡലാ. അതായത് പിന്നെ മോരുണ്ടോ ചേച്ചി? പച്ചമരുന്ന് ഒഴിക്കാൻ രസമുണ്ടോ? ഞങ്ങൾക്കിപ്പോൾ രസമില്ല കേട്ടോ, ഉള്ളതാ. ടെസ്റ്റ് Very, very tasty. Okay. Very tasty. Spicy is good. Spice is okay. Yeah, not too hot. Okay. Guys, നോക്കൂ, അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. And I think I like this better than the north. എന്താ പറഞ്ഞേ? You like in north or here? South. Yeah. നോർത്തിലെ അവന് ഇഷ്ടപ്പെട്ട, സൗത്തിലെ ഫുഡ്. You like this one, മാന്തൽ? You like? ഒരു മാന്തലാണ് കൊടുത്തത്. നിനക്ക് വേണമല്ലോ ഇവനെ? മറ്റേ ഇതാണ്. അതെ. This is buttermilk. Oh, I like buttermilk. Okay. Yeah, salty, yes. Yeah, salty. പുള്ളിക്ക് മാന്തൽ കഴിക്കണം എന്ന് പറഞ്ഞപ്പം like this, bones? Yeah. Okay. Eat very tasty, spicy.
Yeah. Very good. No spicy. നോർമൽ. Very good. നമ്മൾ ഭക്ഷണം കഴിച്ച് എണീറ്റ് കേട്ടോ. അപ്പോൾ പുള്ളി ഈ ഫുഡൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര കൗതുകം. അപ്പം ഇതൊക്കെ പുള്ളിക്കാരനൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുക കേട്ടോ. ബീഫ് ആൻഡ് പ്രോൺസ്. Oh, and fish and the banana leaf. Yeah. പൊള്ളിച്ചത്. Oh, yes. One day I need to eat this. ഓക്കെ, നോ പ്രോബ്ലം. കം. Okay. കഴിച്ച് നോക്കുക. നേരെ പോട്ടോ കേട്ടോ. ഈ കാണുന്ന ഇവിടുന്ന് ഞങ്ങൾ ഊണ് കഴിച്ചു. ഇവിടുന്ന് ഞങ്ങൾ വെള്ളവും കുടിച്ചു. പുള്ളി ആ വെള്ളം കുടിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാരങ്ങ വെള്ളം സാധാരണ. പിന്നെ ഞങ്ങൾ നേരെ നജീബിക്ക് ഇവിടെയുണ്ട്. ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകട്ടെ. നോമ്പായതുകൊണ്ട് ഫുഡ് കഴിച്ചില്ല അല്ലേ? ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളെ ലൈറ്റ് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കിഡിലും സെബ്രോണിക്സിൻ്റെ പുതിയൊരു സാധനം കണ്ടോ. എൻ്റെ പൊന്നെ, ചേട്ടനത് വെച്ച് കഴിപ്പിച്ച് എൻ്റെ കിള്ളി പാറിപ്പോയി കേട്ടോ. കിഡിലും സാധനം. അതേപോലെ തന്നെ ഇവിടെയും കുറേ സാധനം പറഞ്ഞു സെബ്രോണിക്സിൻ്റെ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ സെബ്രോണിക്സിന് ഇത്രയും വെട്ടിക്കെട്ട് സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതിനെത്രയായിട്ട് 75 രൂപ. അത് 75 രൂപ മുതലുണ്ട് കേട്ടോ. ഔട്ട്ഡോറിന് പറ്റിയ സാധനം. എന്നാ സാധനം എന്നറിയോ? സാധനം വെച്ചാൽ സാധനം കേട്ടോ. കിളി പാറിപ്പോയി. ഞങ്ങൾ വന്നത് നമ്മുടെ വണ്ടിയുടെ LED ലൈറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നോക്കാണ്ട്. അപ്പോൾ അത് നോക്കി നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഇൻബിൽറ്റായിട്ട് ലൈറ്റ് വെക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അത് എന്ത് കേട്ടോ കാണിച്ചു നോക്കട്ടെ. കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഒരു ഹോൾസെയിൽ കട കേട്ടോ. അതായത് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. യെസ് ഗായ്സ്, ഇതാണ് സാധനം. ഇത് 150 വാട്ടാ. ജെനുവിൻ 150 വാട്ട് കേട്ടോ. ഇത് ഹോൾസെയിൽ പ്രൈസ് ആണ് ഇപ്പോൾ ചേട്ടൻ പറയുന്നത്. ഇതല്ല വേറെ ഒരു വില. 400 ഹോൾസെയിൽ റേറ്റ് ഉണ്ട്. 150. മറ്റേതോ കുറഞ്ഞെന്ന് പറയുന്നത് ഏതാ? ഇതിലും കൂടിയതുണ്ടോ? കാണിച്ചേ. അപ്പോൾ ഇത് വേൾഡ് ടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനം കേട്ടോ. 150 കേട്ടോ. അത് പറയുന്നില്ല. അപ്പോൾ കഴിച്ച് നോക്കി, ഇത് വേൾഡ് ടെക് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സാധനം കേട്ടോ. എൻ്റെ അമ്മോ, ഇത് അതിനകത്ത് പറയുന്നത് കലക്കും. എന്നാ പ്രകാശം നല്ല എമൗണ്ടിലാട്ടോ ചേട്ടൻ അല്ലേ? തന്നില്ല, സംസാരിക്കുന്നതേ ഉള്ളൂ, തന്നിട്ടില്ല കേട്ടോ. ഇത് വേറൊരു ലൈറ്റ് ആട്ടോ. ഇത് ഏതാണ്ട് സൂപ്പർ സാധനമാണ്. 3 കളർ എത്തും അല്ലേ? ഇത് ഏത് കമ്പനിയാ? വേൾടെക്. ഇത് 3 കളർ എത്തുന്ന കിട്ടുന്ന സാധനം കേട്ടോ. ഇത് കലക്കും. കത്തിക്ക് ചേട്ടൻ ഇപ്പം കത്തിക്കും പറയാം കേട്ടോ. ഇത് എങ്ങനെയുണ്ട്? ഇതാകുമ്പോ 320 വാട്ട്സ് കിട്ടൂല. പവർ കിട്ടും. ഇത് 3 കളർ എത്തും അല്ലേ? 3 കളർ. യെല്ലോ, വൈറ്റ്, വാമോ. ഇത് കൊള്ളാം. ഇത് ഡിമ്മും ബ്രൈറ്റും ഉണ്ട് ഇതിന്. പക്ഷെ ട്രാവലർ വിഷയമുണ്ട്. ഡിമ്മ് വേറെ ബ്രൈറ്റ് വേറെ അല്ലേ ലൈറ്റ്? ഡിമ്മും ബ്രൈറ്റിലായിരിക്കും പറഞ്ഞത്. യെല്ലോ അപ്പൊ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യില്ലേ? ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ നേരത്താണ് ഒരു ഏതോ കളർ. മനസ്സിലായോ? ഓഫ് ഓൺ ആയി കഴിഞ്ഞാൽ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഞാൻ പറയണോ? വേണ്ട. ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടിക്കുള്ള ആമ്പ് എടുത്തു. അത് സോണി എടുക്കണോ പനീർ എടുക്കണോ നമ്മൾ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇനി ആർക്ക് വേണോടാ? ഇനി അതുപോലെ സ്പീക്കർ ഏതാന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ലൈറ്റ് ഞങ്ങൾ ഏകദേശം ഇതും പിന്നെ അതേപോലെ ഇതും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞങ്ങൾ ഓരോന്ന് പ്ലാൻ ചെയ്യും. ഈ സാധനം ഗുഡ് വൺ ആണ്. ഈ സാധനം ഈ റേറ്റിന് എവിടെയും കിട്ടൂല. ചെറിയ പൈസക്ക് TV കിട്ടും കേട്ടോ. TV പിന്നെ അതേപോലെ ഈ സെബ്രോണിക്സിൻ്റെ സാധനങ്ങൾ ഇഷ്ടമാണ്. ഏതൊക്കെ ടൈപ്പ് സാധനം എന്നറിയോ? ഞങ്ങളിപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വെക്കുന്ന സ്പീക്കർ. നല്ല ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഇപ്പോൾ ഉള്ളത് സോണിയാണ്. അല്ല സോറി, പനീറാണ്. പനീർ മാറ്റിയിട്ട് ഈ കാണുന്ന 2 സ്പീക്കർ. കമ്പൗണ്ട് ആണോ? അപ്പൊ ഇതിന് പ്രത്യേകത ഉണ്ടാവുക ഇതാ? പനീറിലും എടുത്തു വയ്ക്കുമോ? കമ്പയർ ചെയ്യാൻ പറ്റൂല. ഇതിന് എന്നാ വിലക്ക് കിട്ടും? അല്ലേ മൊത്തത്തിൽ കൊടുക്കുന്നൊരു വില? 2 സ്പീക്കർ സെറ്റ്. ഗൈസ് നോക്കൂ, അതായത് ഈ ഒരു സാധനമാണ് നമ്മൾ ബസ്സിനല്ല നമ്മുടെ ട്രാവലർ വെക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഈ കാണുന്ന എൻ്റെ മറ്റേ ആൻഡ്രോയിഡ് സിസ്റ്റം ഇല്ലേ, അതായത് എൻ്റെ വണ്ടിയിലിരിക്കുന്ന ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ബേക്കിലെ ക്യാമറ പോരാ. അപ്പോൾ ഞാൻ വേൾഡ് ടെക്കിൻ്റെ ഒരു ക്യാമറ വാങ്ങിച്ചു. പിന്നെ ഇത് നമ്മുടെ CCTVയുടെ പിന്നെ സ്ക്രീനാണ്, അത് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ അതേപോലെ തന്നെ ഓരോന്നോരോന്ന് ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലൈറ്റ് ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ്, സ്റ്റാൻഡേർഡ് സാധനമാണ്. പുറണ്ടായത്തോട്ടൊക്കെ പോകാൻ നേരത്തെ ഇത് മസ്റ്റാണ്. കാരണം ഫോഗ്, അതായത് പിന്നെ വാം, വൈറ്റ്, പിന്നെ ഫോഗ്, ഈ 3 ഇത് കിട്ടും. ഇത് പിന്നെ ഒരൊറ്റ വൈറ്റ് മാത്രം കിട്ടുന്നത്. ഞാൻ എല്ലാം അതിൻ്റെ ബാക്കി കാണിച്ചു കേട്ടോ. ഓരോന്നോരോന്ന് മേടിച്ചോണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കട അത്യാവശ്യം എല്ലാവർക്കും അറിയാം കേട്ടോ, കാരണം ഇത് ഹോൾസെയിൽ മാർക്കറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഈ കാണുന്ന ഒരു പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ മേടിക്കും കേട്ടോ. കാരണം എൻ്റെ ട്രാവലറുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ അത്ര പോലെ. പക്ഷേ എനിക്ക് നജീബ് ക അന്ന് അവിടെ കൊണ്ട് മേടിച്ചിരുന്ന മാക്സ് ലിങ്ക്, അത് സൂപ്പർ സാധനം കേട്ടോ. 22,000 രൂപ എടുത്ത് മേടിച്ചു. 360 കിട്ടിയ സാധനമാണ്. പക്ഷെ ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ല ചേട്ടാ, സത്യം ചേട്ടാ, പൊടി, മണ്ണ്, മഞ്ഞ്, വെള്ളം
എല്ലാ സാധനം കൊണ്ട് അതിനൊന്നും പറ്റിയിട്ടില്ല, ആ ക്വാളിറ്റി പോയിട്ടില്ല. പക്ഷെ ആ ട്രാവലർ വെച്ച സാധനം അത്ര പോരാ. പക്ഷേ ഇത് എങ്ങനെ നോക്കട്ടെ, വേൾഡ് കാരണം നജീബൊക്കെ ഇവിടുന്ന് കേട്ടോ സീറ്റ് സാധനം എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി ട്രാവലർ അത് ഇതൊക്കെ പണിത് ഇവിടുന്നാണ് സാധനം എടുത്തോണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഓരോ സാധനങ്ങൾ ചേട്ടന്മാർ സെലക്ട് ചെയ്തു. ഇതെങ്കിൽ സ്പീക്കർ സംഭവമൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും മേടിക്കണേ നേരെ ഇവിടെ വന്നാൽ മതി. അത്യാവശ്യം ഭയങ്കര ഹോൾസെയിൽ റേറ്റ് കിട്ടും കേട്ടോ. അതായത് ഈ കാണുന്നതാണ് കട കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന ഇതാണ് കട. ഇവിടെ വരാൻ നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് സ്ഥലം കേട്ടോ. ഇവരുടെ ഫോൺ നമ്പർ സംഭവങ്ങളൊക്കെ ഇത് എവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് ചീപ്പസ്റ്റ് ആയിട്ട് സ്പീക്കർ, സബ്ബ്, കെൻവുഡിൻ്റെ സബ്ബ്, JBLൻ്റെ സബ്ബ്, അതുപോലെ തന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ വളരെ ചീപ്പസ്റ്റ് പൈസയ്ക്ക് ഇവിടെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ലൈറ്റ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ചേട്ടാ ഏതൊക്കെ ചേട്ടാ അത് പറഞ്ഞേ? H4ഉം H7ഉം ആണോ? അതാണ്. ഗൈസ് നോക്കൂ, അതാണ് കേട്ടോ നമ്മുടെ ട്രാവലറിന് വേണ്ടിയുള്ളത്. അപ്പോൾ ഇതായി സീരിയുടെ കാര്യം തീരുമാനമാക്കിയില്ല. വേറെ എന്നാ ഇനി നജീബിക്ക വേണ്ടേ? വേറെ എന്നാ വേണ്ടേ പറ. വേറെ എന്നാ ഇനി എടുക്കണ്ടേ? വേറെ നോക്കി എനിക്ക് ഇവിടെ അത്ഭുതപ്പെടുത്തിയ എൻ്റെ സാധനം ഇതാട്ടോ. ഞാൻ ഇതിൻ്റെ ഔട്ട് കേൾപ്പിച്ചു തരാം. അതിന് ഞാൻ എന്നെ ചെയ്യുന്നത് എൻ്റെ പാട്ട് പുള്ളിനെ കൊണ്ട് ഇടിക്കുകയാണ്. ചേട്ടൻ ഒന്ന് യൂട്യൂബ് കണ്ടിട്ട് എൻ്റെ പാട്ടിട്ടെ അതിനകത്ത് അതിൻ്റെ ഔട്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കട്ടെ. അത്ര സെറ്റപ്പ് സാധനം കേട്ടോ. ചെവിക്കൽ ഇളകി പോകുന്ന ചെവിക്കൽ ഇളകി പോട്ടെ. സ്വന്തമായിട്ട് പാട്ടിറക്കിയത് എന്തുകൊണ്ടും നന്നായി. ഇതിന്റെ ഔട്ട് ഞാൻ കോപ്പിറൈറ്റ് ഇല്ലാതെ കേൾപ്പിച്ചു തരാം. നല്ല ഒച്ച വെച്ചാട്ടാ. ഇതിന്റെ ഔട്ട് എന്ന് പറഞ്ഞാൽ സബ്ബൊക്കെ കൊടുക്കത്തേടി കേട്ടോ. സബ്ബൊക്കെ കിട്ടി. ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ. ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ. സെബ്രോണിക്സിന്റെ ഞാൻ ആദ്യമായിട്ട് കണ്ടാണ് ഔട്ട്ഡോർ വെക്കാൻ പറ്റിയ കിട്ടില്ല സാധനം. അതിന്റെ ഇരട്ടി ഔട്ട്ഡോർ വെക്കുന്ന സാധനം. ഇത് നോക്കിയേ, നല്ല പ്രൊഫഷണൽ കേബിളും സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇതുകൊണ്ട് കൺട്രോൾ യൂണിറ്റ് ഉണ്ടോ? എന്നാ വിത്ത് ബാറ്ററികളാണ്. വിത്ത് ബാറ്ററി റീചാർജബിൾ ബാറ്ററികളാണ്. എത്ര മണിക്കൂറാണ് ബാറ്ററി ബാക്ക് പറയുന്നത്? 3.5 മണിക്കൂറൊക്കെ കിട്ടും. എന്റെ അമ്മ പെട്ട സാധനം വെച്ചാൽ പെട്ട സാധനം കേട്ടോ. ഔട്ട്ഡോർ വെച്ച് കേൾക്കണം. ഒരു രക്ഷയില്ല. ആണോ? ഔട്ട്ഡോർ വെച്ച് ഇത് കണ്ടോ, ഇത് സെബ്രോണിക്സിന്റെ സ്പീക്കർ സെറ്റാണ്. ഇത് കണ്ടോ, വലിയ മാറ്റം ഇതുപോലെ സാധനം കണ്ടോ, കിട്ടുന്ന സാധനം. ഈ സാധനമാണ് എന്നെ ഞെട്ടിച്ചത്. ഏതാടാ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കാളും ഏകദേശം 3000 രൂപ കുറവ്. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനിത് കുറെ അന്വേഷിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഈ കാണുന്ന സാധനം ഇത് 3 ലൈറ്റ് എത്തുന്നതാണ്. ഞാനിത് കാണിച്ചു തരാം. ഇത് വെള്ള ഒരു ലൈറ്റ്, അതായത് ഈ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ കേട്ടോ. നല്ല പെട്ട സാധനം കേട്ടോ. ഞങ്ങൾ ഔട്ട്ഡോറിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഔട്ട്ഡോറിൽ ഭയങ്കര ഔട്ടായിരിക്കും നേട്ടം പറഞ്ഞു പക്ഷേ ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ തീരം തേടുന്നേ. ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ ദൂരെ പോകും പോലെ. കണ്ണന്നാനാനെ കാണാനാനേ നനന കണ്ണന്നാനാനേ. ഗൈസ് ഇതിനകത്ത് മൈക്കിലൊക്കെ സംസാരിക്കാൻ പറ്റും. ഇതിന്റെ തന്നെ സെബ്രോണിക്സിന്റെ മൈക്കാ ഓണാക്കിയ. ഹലോ ചെക്ക്. ഹലോ വിളിച്ചേ. ഇല്ല, അത് മൈക്കിന്റെ സാധനം ഓൺ ആക്കണമെന്ന് എനിക്ക് തോന്നുന്നേട്ടാ. ഓണാക്കിയോ? ഇത് പമ്പം കൺട്രോൾ സിസ്റ്റം ഇതെല്ലാം കുലുങ്ങും കേട്ടോ. ഇതെല്ലാം കിടന്ന് കുലുങ്ങുന്നു. നോക്കിയേ, ഇനി നോക്കിയേട്ടാ. ഹലോ. ഓ, ചെറിയൊരു പരിപാടി കേൾക്കുന്നത് ചേട്ടാ. അത് സ്വന്തമായിട്ടുണ്ടല്ലോ. സൂപ്പർ സാധനം കേട്ടോ. ഇതൊരു ചെറിയ പരിപാടിക്കൊക്കെ ആൾക്കാർക്ക്. ഓ, ഇത് കലക്കി. This is battery power. Yeah, this is about 3 hours. Yeah, so noisy. Yeah, so loud. Yeah. What are we singing? Yeah.
ദൈവം ഞാനിവിടെ നോടുവാ. ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മാറ്റി വെക്കാൻ പറ്റുമോ കേട്ടോ? വേറൊരു പീസായിട്ട് എടുത്ത് മാറ്റി വെക്കാം. ഓ അങ്ങനെയാ. ഓ ഗൈസ് ഇത് നല്ല പ്രൊഫഷണൽ സാധനം പോലെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കലക്കി കേട്ടോ, ഞെട്ടിച്ച് കളഞ്ഞു. ഓ ഗൈസ് ഇറ്റ് ഈസ് വെരി അമേസിങ്, ഇറ്റ് ഈസ് സൂപ്പർ ഗൈസ്. ഞാൻ ഇതാ ഇത് എൻ്റെ വണ്ടിയിലേക്ക് കേട്ടോ, ഇതെൻ്റെ വണ്ടിയിലേക്ക് വെള്ളമാണ്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ അത് തന്നെ കേട്ടോ. ഇനി ഒന്നും വിട്ടുപോലും മേടിക്കാൻ, എല്ലാം മേടിക്കണം കേട്ടോ. ഇതുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ ഇത് സബ്രോണിക്സ് ആണ് കേട്ടോ. ലിമോർ എന്ന് പറഞ്ഞ കമ്പനിയുടെ പാർട്ടി ബോക്സ് ആട്ടോ. അപ്രോക്സിമേറ്റ് നല്ലൊരു പൈസ, 2 മൈക്കൊക്കെ വരുന്ന പാർട്ടി ബോക്സ് ആണ്. ഇത് ബ്രാൻഡഡ് സാധനം മേടിക്കുന്നതിലും പൈസ പറഞ്ഞാൽ ഈ സാധനം കിട്ടും. ഇത് ബ്രാൻഡ് തന്നെ കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ പല ടൈപ്പ് പാർട്ടി സ്പീക്കറും സംഭവങ്ങളും, ചെറുത് വലുത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആട്ടോ ഈ കാണുന്ന സംഭവങ്ങൾ. ഓ അത് കലക്കി. ഈ സാധനം അടിപൊളി കേട്ടോ. അതൊക്കെ ബ്ലൂടൂത്ത് പെയർ ആയതാ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സ്പീക്കർ എന്ന് വെച്ചാൽ കമൗണ്ട് സ്പീക്കറുകൾ, പിന്നെ നല്ല ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്, അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇവിടെ സ്പീക്കർ, ലൈറ്റ്, ഇതൊക്കെ ഏത് കമ്പനിയുടെ സബ് ബൂഫർ ആയിട്ടാ? സംഭവം USA. ഓക്കെ, ഹെഡ്സ്, ഇൻഫിനിറ്റി, അതുപോലുള്ള സംഭവങ്ങൾ, സാധനങ്ങൾ എല്ലാം കിട്ടും. കാണുന്ന നമ്മൾ പറഞ്ഞ മോറിയോ എന്ന് പറയുന്ന സാധനമല്ലേ, ഇത് മെയ്ഡ് ഇൻ ഇറ്റാലിയൻ സ്പീക്കർ കേട്ടോ. മോറിയോ എന്നാ? മൊറേൽ, ഇറ്റാലിയൻ സാധനം കേട്ടോ ഈ സാധനം. ഇതാണ് ഓ അതാണ് ഇത്. ഇതാണ് നമ്മുടെ ട്രാവലർ കയറ്റാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പം നമുക്ക് വേറെ സഫാരിനെ ഒന്ന് കുട്ടപ്പനാക്കണം. സഫാരിനെ ഒന്ന് കുട്ടപ്പനാക്കാം, നമുക്ക് അടുത്ത ദിവസം ഇറങ്ങാം. ഇപ്പം ട്രാവലറിനെ കുട്ടപ്പനാക്കിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാം അല്ലേ. അതേപോലെ കിളി പോലെ നമ്മൾ നിൽക്കേണ്ടി വരും. ഈ സാധനം ഞാൻ കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതിന്റെ ഔട്ട് എന്നാന്നുള്ളത്, ഇത് നമ്മുടെ വണ്ടിയിലുള്ള 3 ലൈറ്റ് വരുന്ന സെയിം സാധനം പോലെ തന്നെ ഇതും 3 ലൈറ്റ് വരുന്ന ലൈറ്റ് ആട്ടോ. ഇത് വെച്ചുള്ള ബെനിഫിറ്റ് എന്താണെന്നറിയോ, ഇത് വണ്ടിയുടെ ഉള്ളിലാണ് പോകുന്നത്. മറ്റേന്ന് വെച്ചാൽ നമ്മൾ 4-5 ലൈറ്റ് കൊണ്ട് പുറത്തോട്ട് വെച്ചിട്ട് വല്ല പോലീസുകാർക്ക് അതിന്റെ പൈസ കൊടുക്കാന്ന് തോന്നുന്നു. ഇതാകുമ്പോൾ ഉള്ളിലാകുമ്പോൾ യാതൊരു കുഴപ്പമില്ല. നമുക്ക് ഇതിപ്പോ ഞാൻ കത്തിച്ചു. ഇതാ വെള്ള കത്തി. ഇനി അടുത്ത് കാണിച്ചേട്ടാ, ഇതേ വാമ്. ഇനി അടുത്ത് വെള്ള കൊടുത്ത് മാറിപ്പോയി കേട്ടോ. ഒന്നും കൂടി കാണിച്ചു കേട്ടോ. ഇതേ വെള്ള മഞ്ഞ. അടുത്ത് വാമ വെള്ള. ഓഫ്, ഇറ്റ് ഈസ് വെരി സൂപ്പർ. 3000 വാട്ട്സ് അല്ലേ ഏട്ടാ? സോറി കേട്ടോ, 300 വാട്ട്. സത്യമായിട്ട് പറഞ്ഞ ഇത് 300 വാട്ട്, ഇത് 150 വാട്ട് കേട്ടോ. നമ്മുടെ വണ്ടിക്ക് ഭയങ്കര അത്യാവശ്യ സാധനം കേട്ടോ. ഇത് ഫ്രണ്ടും ബേക്കും റെക്കോർഡ് ചെയ്യുന്ന ഡിസ്പ്ലേ അടക്കമുള്ള ക്യാമറ കേട്ടോ ഈ സാധനം. ഇതൊക്കെ നമ്മുടെ വണ്ടികൾക്ക് എപ്പോഴും വെക്കുന്ന നല്ലതാണ്. എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ആരോടും തർക്കിക്കേണ്ട ചെയ്യും. നമ്മളൊരു 2000-3000 അല്ല കൂട്ടിക്കോട്ടെ എത്ര പൈസ ആണെന്ന് വെച്ചാല് നമ്മളൊരു വണ്ടി ഒന്ന് തട്ടി, നമ്മള് അതേസമയം തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയാണ് നമ്മൾ നേരെയാണ് വന്നത്. അപ്പൊ അപ്പം പറയാണ് ഞാനാ നേരെ വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് എടുത്ത് കാണിക്കാത്ത മുതലുണ്ടായില്ലേ. സാധനമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ. എത്ര ഉപകാരം എന്ന് പറയുന്നത് നമുക്ക്. ഞാൻ തമാശ പറഞ്ഞാൽ ഞങ്ങള് ഒരു വണ്ടി മസ്റ്റായിട്ടുള്ള അന്ന് നജീബൊക്കെ എന്റെ ഓമിനിക്ക് ഒരു ചെറിയ സാധനം മേടിച്ചു വെച്ചു. കൈസ് നമുക്ക് പനീർ നമ്മൾ മാറ്റിയിട്ട് സോണിയുടെ തന്നെ ആക്കി കേട്ടോ. സോണിയുടെ 4 ചാനൽ. ഇതാണ് ഇക്ക ഏറ്റവും കൂടുതൽ വെക്കുന്നത് നല്ലേക്കാ അല്ലേ? പനീറാണ് എനിക്ക് അരേ സോണിയ. അത് നശിപ്പിച്ചു. എനിക്ക് 2 ആമ്പ്, 2 സബ്, മറ്റേ നമ്മുടെ പഴയ ബസ്സിന് എത്ര സാധനം ഒരുത്തുന്നു. എത്ര സാധനം ആ സബ്ബായിപ്പോ ഇരിക്കുന്നത്. ഗൈസ് നോക്കൂ, ഈ കാണുന്ന സാധനം കേട്ടോ നമ്മൾ നമ്മുടെ സഫാരിക്ക് മേടിച്ചേ. ഇത് H4 പിന്നെ ലൈറ്റ് ആണ്. നമ്മുടെ സഫാരിക്ക് വെട്ടം കുറവായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ഈ കാണുന്ന സാധനം നമ്മൾ മേടിച്ചാൽ. ട്രാവലറിന് മേടിച്ചാക്കുന്നത് ഒന്ന് നിർത്തുമ്പോ മഞ്ഞ കത്തും, നിർത്തുമ്പോ ഫോണും പോയി 3 കളർ കത്തും. അതാണ് സംഭവം. വേറെ കാര്യമുണ്ട്, ദിസ് വൺ ഈസ് എ 2-year ഗ്യാരണ്ടി. അതായത് എന്ത് പറ്റിയാലും 2 വർഷത്തേന് ചേട്ടനെ പിടിക്കാം. അത് തന്നെയാണ് ഇന്നത്തെ കാര്യം. അത് പറഞ്ഞേ, നമ്മൾ ഇങ്ങനത്തെ നല്ല സാധനം മേടിച്ചിട്ടുവാണേല് ഇതിന്റെ ഒക്കെ ഗ്യാരണ്ടി ഇല്ലാത്ത സാധനത്തിന് പുറത്ത് ഇതിനേക്കാളും പൈസ കൂടുതലാണ് പറയുന്നത് അല്ലേ. അതിനേക്കാളും പൈസ കുറവാണ് ഈ ഗ്യാരണ്ടി ഉള്ളതിന്. ഞാൻ മറ്റേ ഇത് മേടിക്കുന്നില്ല, അതായത് പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം എടുക്കുന്നില്ല, അത് നോക്കിയിട്ട് എടുക്കുന്നുള്ളൂ. അതിന്റെ പരിമിതികളും സംഭവങ്ങളും പോയി നോക്കിയിട്ട് ചോദിച്ചിട്ട് വന്നിട്ട് സാധനം മേടിക്കുന്നുള്ളൂ കേട്ടോ. ആമ്പ്, ഈ കാണുന്ന ലൈറ്റ്, ഇത് സ്ക്രീന്, പിന്നെ ഈ ക്യാമറയുടെ റിവേഴ്സ് ക്യാമറയുടെ ലൈറ്റ്, ഈ ലൈറ്റ്, ഇനി 1 കൂടെ വരാനുണ്ട്. ഈ സംഭവം, പിന്നെ ഈ കാണുന്ന ഇത്. ഇത്ര സാധനമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നല്ല കിട്ടിലും പ്രൈസിന് ഈ സാധനം നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ മാത്രമേ കൈകോട്ടാളുള്ളൂ ഗായ്സ്. ഞങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി പോവാണ്. ലിവിൻ്റെ കുറേ ഉണ്ട്, ഇവിടെ ഉണ്ട്.
സ്പീക്കറും മറ്റേ ആമ്പും എവിടെ പോയി? അത് വേക്കി വരുന്നുണ്ട്. ഓ ഗൈസ്, ഇതാണ് കട കേട്ടോ. ഇത് ഈ കാണുന്ന ഇതാണ് നമ്മുടെ കട. ഇതാട്ടോ കട. ഇവിടെ നിന്നാണ് ഞാൻ സാധനം മേടിച്ചേട്ടോ. ഗൈസ്, ഇവിടെയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ അടുത്ത ദിവസം വന്നിട്ട് തിരക്കാട്ടോ. യെസ്, ഈ സ്ഥലത്തിന് പേരെന്നാ കറക്റ്റ്? പള്ളിമുക്ക് ഇലക്ട്രോണിക് സ്ട്രീറ്റ്, മെഡിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ്. യെസ്, പള്ളിമുക്ക് ഇലക്ട്രോണിസിറ്റി. പള്ളിമുക്ക് ഇലക്ട്രോണിസിറ്റി ഓപ്പോസിറ്റ്. ഓക്കെ, പോട്ടെ. താങ്ക് യു. ദൈവം ഇവനാക്കിയതാണോ ദൈവത്തിന് അറിയാട്ടോ. ഗൈസ്, നേരെ വണ്ടി എടുത്തു. വണ്ടിയിലേക്ക് സാധനങ്ങൾ വെക്കട്ടെ, നമുക്ക് പോവാട്ടോ. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കണ്ടോ കേട്ടോ. തിരക്ക് നോക്കിയേ. തിരക്ക് കുറവാ. തിരക്ക് കുറവാണോടാ? ആട്ടും ആളില്ല. ഗൈസ്, ആള് കുറവാന്നോട്ടോ ലിപി പറയുന്നത്. 4 കളി തോറ്റത് കൊണ്ട് പിന്നെ പ്രശ്നമായ. ആണോ? ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയാണോ കേട്ടോ. അതാണ് സംഭവം. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വണ്ടിയിലെത്തി, ലിവിനെത്തി, ഞങ്ങളുടെ ചേട്ടനും എത്തി. ഗൈസ് നോക്കൂ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ട്രാവലർ എടുക്കണമെന്ന് വിചാരിച്ചാണ്. നാളെ പോയി എടുത്തോണ്ട് വരാം. ഓക്കെ, അപ്പം നാളെ കാണാം കേട്ടോ.